ചെട്ടികുളങ്ങര കുംഭഭരണി ചന്തയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭരണി ചന്ത നടക്കുന്നത്. ചെട്ടികുളങ്ങര കുംഭഭരണി ചന്തയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭരണി ചന്ത നടക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്ര വളപ്പിലാണ് ഭരണി ചന്ത ആരംഭിച്ചിരിക്കുന്നത്. MS അരുൺകുമാർ MLA ഭരണി ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പനയും MLA നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോകുന്നത്. കാർഷിക സംസ്കാരത്തിൻ്റെയും കാർഷിക സമ്പന്നതയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ചെട്ടികുളങ്ങര പ്രദേശം കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് മാറുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പുറത്തു നിന്ന് വരുന്നവരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് മാത്രമല്ല, താമരക്കുളത്തുള്ളവർ, അറുന്നൂറ്റിമംഗലം ഭാഗത്തു നിന്നുള്ളവരെല്ലാം ഇവിടെ കച്ചവടത്തിന് പോകും. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ സാധനങ്ങൾ മേടിക്കാൻ ഇവിടേക്ക് എത്തിച്ചേരും. പ്രത്യേകിച്ചും ഓണാട്ടുകര കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യങ്ങൾ, ഈ പ്രദേശത്താണ് ഓണാട്ടുകര എള്ള് എന്നുള്ള നിലയിൽ എള്ള് ഭൗമസൂചികയിൽ ഇടം മേടിച്ച ഒരു പ്രധാനമായ ഇനമാണ് എന്ന് നമുക്ക് കാണാം. അപ്പം പ്രകൃതിദത്തമായ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നുവെന്ന് നമുക്ക് കാണുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പരമപ്രധാനമാണ് എല്ലാവരും നന്നായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു. അധ്വാനിക്കാൻ തയ്യാറായ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം വർത്തമാനകാലത്ത് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ആശുപത്രികളൊക്കെ കൂടുതൽ വേണമെന്നൊക്കെ പറയുന്നത് നമ്മൾ എത്രത്തോളം മണ്ണിനോട് ചേർന്ന് നിന്ന് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ. അല്ല, നമ്മൾ നന്നായി വ്യായാമം ചെയ്യുന്നില്ല. അപ്പോൾ കാർഷിക വൃത്തിയിലൂടെ വ്യായാമം ഉണ്ടാകുന്നുണ്ട്, നല്ല ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളൊരു രീതി തന്നെ ഇതിനകത്ത് വ്യത്യസ്തമായി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോൾ സ്വാഭാവികമായും ജൈവികമല്ലാത്ത കാര്യങ്ങൾ കൂടി നമ്മൾ ഭക്ഷിക്കാൻ തയ്യാറാകുന്നു. പൊറോട്ട വൈകിട്ട് കഴിച്ചുകൊണ്ട് കിടക്കുന്നവർക്ക് ദഹനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. ഘടകൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുംഭഭരണിയെ കാണുന്നത്. മെയ്ക്കരുത്തിൻ്റെയും മനക്കരുത്തിൻ്റെയും ഐക്യബോധത്തിൻ്റെയും സന്ദേശമാണ് നമ്മുടെ ഈ കെട്ടുകാഴ്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ കെട്ടുകാഴ്ചകൾ മനോഹരമായി അണിയിച്ചൊരുക്കി ഈ 4-ാം തീയതി നമ്മുടെ കളിക്കണ്ടത്തിൽ എത്തിക്കഴിയുമ്പോഴേക്ക് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഒരു ഏട് ലോകത്തിൻ്റെ മനസ്സിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുധാകരക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഓമനക്കുട്ടൻ സ്വാഗതം രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമാ കൃഷ്ണൻ, സുമാ ബാലകൃഷ്ണൻ, ശ്രീദേവി, ഗീതാ വിജയൻ, രമാദേവി, രോഹിതം പിള്ള, CDS അക്കൗണ്ടന്റ് ശ്രീജ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സലൂജ നന്ദി രേഖപ്പെടുത്തി. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.